ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് പരിചയമാകുന്നവരെ നിങ്ങള് ഒറ്റയ്ക്കിറങ്ങിയൊന്നും നടക്കരുത്. അതെന്താ? കാമരാജൻ അറുകുല വരൂ? അയാള് മാസം ആദ്യ വെള്ളിയാഴ്ചയെ വരൂ. ഇത് വേറെ കരിമ്പനിൽ നിന്നാ. ഒരിക്കൽ അങ്ങനെ വന്നു പെട്ടൊരു കൊച്ചു പെണ്ണ് ഈ ദുഷ്ടൻ തമ്പുരാൻ മയങ്ങി കിടക്കുമ്പോ അയാളുടെ വാള് കൊണ്ട് തന്നെ അയാളെ വെട്ടിക്കൊന്നു. അയാൾക്ക് അത് തന്നെ വേണം. ഇങ്ങനെ പ്രാഗല്ലേ മാഡം? അതെ, മാഡത്തിന്റെ മുതുമുത്തശ്ശനാ. പക്ഷേ മരിച്ചിട്ടും ആ തമ്പുരാൻ മനുഷ്യർക്കാർക്കും സ്വസ്ഥത കൊടുത്തിട്ടില്ല. അമാവാസി വന്നു ചേരുന്ന മാസം ആദ്യ വെള്ളിയാഴ്ചകളിൽ ഈ തമ്പുരാന്റെ പ്രേതം ഇറങ്ങി കൊച്ചു വെമ്പിള്ളരെ പേടിപ്പിക്കാറുണ്ട്. ആ ഈ തമ്പുരാന്റെ പ്രേതത്തിനെ നാട്ടുകാരൊരു പേര് വിട്ടിട്ടുണ്ട്. അതെന്താ? കാമരാജൻ അറുകൊല. എന്തറുകുല? എന്ത്? കാമരാജൻ അറുകൊല. ആ അല്ല, കാമരാജൻ അറുകുലയാണോ? ഹേയ്, അത് ആന മര ഒടിച്ചതാ. നിങ്ങള് വാ. ഓ, പേടിച്ചുപോയി. ഈ മുറി ആരുടേത് അങ്ങളെ? ചോദിച്ചത് കേട്ടില്ലേ? ഈ മുറി ആരുടേതാണെന്ന്. അപ്പോ മോക്ക് കഥകളൊന്നും അറിയില്ലേ? ഇല്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? അത് കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോ പ്രതാപവർമ്മ സാറ് മോളോട് പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലേ? ഇല്ലെങ്കിലേ. അതൊക്കെ ഒരു ചരിത്രമാണ്. ഞാനായിട്ട് ഒന്നും പറയുന്നില്ല. എന്നോടൊട്ട് ചോദിക്കുകയും വേണ്ട. രണ്ടാൾക്കും അത് പതിയെ പതിയെ മനസ്സിലായിക്കൊള്ളും. ആ വരൂ. ഇതാണ് നിങ്ങൾക്കുള്ള മുറി. ഈ കോലോത്തെ ഏറ്റവും നല്ല മുറി. ആ റെസ്റ്റ് എടുത്തോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോളിംഗ് ബില്ല് അമർത്തിയാൽ മതി, ഞാൻ ഓടിയെത്തും. പിന്നെ അതല്ലെങ്കിൽ സർവൻസ് എത്തും. ആ ഞാനേ നിങ്ങളുടെ ബാഗൊക്കെ ഞടിപ്പിക്കാം. ആ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് പരിചയമാകുന്നവരെ നിങ്ങള് ഒറ്റയ്ക്കിറങ്ങിയൊന്നും നടക്കരുത്. അതെന്താ? കാമരാജൻ അറുകുല വരൂ? അയാള് മാസം ആദ്യ വെള്ളിയാഴ്ചയെ വരൂ. ഇത് വേറെ കരിമ്പനിൽ നിന്നാ. എന്താ ഇതൊക്കെ? രാജു, ഈ തറവാട്ടില് നമുക്കറിയാൻ പറ്റാത്ത എന്തൊക്കെയോ മിസ്റ്ററീസ് ഉണ്ട്. സഹിക്കാൻ കഴിഞ്ഞില്ല. ഓമനിച്ച് താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരേ ഒരു മകളല്ലേ. ഇടനെഞ്ചിനിട്ട് ചവിട്ടിയിട്ട് കടന്നു പോവാണെന്ന് തോന്നിയപ്പോ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കുറുപ്പെ. അതുകൊണ്ട് സംഭവിച്ചു പോയതാ. അന്നു മുതൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഒരാളാ ഞാൻ. ഒന്നു മയങ്ങും, അതൊരു ഉറക്കമേ അല്ല. കുറുപ്പൊന്ന് ഓർത്തു നോക്കിയേ. ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഒരാളുടെ മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച് വാസ്തവത്തിൽ
അത് ഭ്രാന്തിന് തുല്യല്ലേ? കണ്ണടയ്ക്കുമ്പോ മകളുടെ രൂപ മുന്നില്. മനുഷ്യനെ മനസ്സിലാക്കാനും ക്ഷമയോടെ മറ്റുള്ളവരുടെ പ്രശ്നത്തെ നോക്കിക്കാണാനും പറ്റാത്തതിന്റെ കുഴപ്പം. എന്തായാലും എല്ലാം ഞാൻ അനുഭവിച്ച് തീർക്കുക. അതെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു തമ്പുരാട്ടി. എല്ലാവരോടും ക്ഷമിക്കാനും പഴയൊക്കെ മറക്കാനും തമ്പുരാട്ടി കാണിച്ച ഈ വലിയ മനസ്സിന് നന്ദിയുണ്ട്. ജീവിതാനുഭവങ്ങൾ കൊണ്ടല്ലേ കുറുപ്പേ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. ഉം. എന്നും ഏത് സമയത്തും തിരക്കുകളിൽ നിന്ന് തിരക്കിലേക്ക് പോകുന്ന ഭർത്താവ്. കുട്ടിയുണ്ടായതിനു ശേഷം അവളല്ലായിരുന്നു എന്റെ സർവവും. അവളോട് എനിക്കില്ലാതാവുന്നു എന്നറിഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയി. ഇനി തമ്പുരാട്ടിക്ക് സ്നേഹിക്കാനും സ്വന്തമെന്ന് പറഞ്ഞു കൊണ്ടു നടക്കാനും ഒരു മകളെ തന്നിട്ടല്ലേ പത്മാവതി മഠം പോയത്. അങ്ങനെ ആശ്വസിക്കാമല്ലോ. അതെ, ഇനി എനിക്കെല്ലാം ഋതുമോളാ, എന്റെ ഋതുമോള്. അമ്മേ, അമ്മ സമാധാനപ്പെട്. അവളും അവനും കൂടി കൊട്ടാരത്തിലേക്കോ തറവാട്ടിലേക്കോ എവിടെ വെച്ചാ പൊയ്ക്കോട്ടെ. അമ്മയ്ക്കെന്താ? എടാ, ഈ രാജുവിനൊക്കെ അവിടെ ചെന്ന് കേറാനുള്ള യോഗ്യത ഉണ്ടോന്നാ ഞാൻ ചോദിക്കുന്നേ. അതിനിപ്പോ പൊട്ടന് ലോട്ടറി അടിച്ചെന്ന മട്ടില് അവൻ ഋതികയെ കെട്ടിയില്ലേ? എന്തെങ്കിലും വേല വെച്ച് നമ്മളവരെ രണ്ടാക്കം വരെ അവനും അവളും ഭാര്യ ഭർത്താക്കന്മാരാ. ആ കിളവി സരസ്വതി വർമ്മയ്ക്കാണെങ്കിലേ ഋതികയെന്ന് വെച്ചപ്പോ പൊരിഞ്ഞ സ്നേഹം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ കലക്കാനും ഇവരെയൊക്കെ തമ്മിൽ അകറ്റാനും എന്തെങ്കിലും നല്ല വല്ല പ്ലാനും ആലോചിക്കും. അല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. വെടക്കാക്കി തനിക്കാക്കുന്ന വിദ്യ എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ല. ഇങ്ങ് വരട്ടെ. വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ എല്ലാം കൊണ്ട് അവരങ്ങ് പോവും. ആ രാജു ഋതികെ ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ആ, എന്തെങ്കിലും പ്രശ്നം ശരിയാക്കാം. ദേ വരുന്നുണ്ട് ലക്ഷ്മണനും ഊർമിളയും. നമ്മള് സ്വസ്ഥായിട്ടൊന്ന് നാക്കനയ്ക്ക, ആ നിമിഷം പറന്നു വരും കാക്കാളെ പോലെ. എന്തായാലും ഒരു ടെൻഷൻ പോലെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഹ, ഞാനും ഇവനും തമ്മിലേ ആ ഋതികയുടെ കാര്യം സംസാരിക്കുമായിരുന്നു. ആ ഋതികയോ? അതെന്താ ചേച്ചി അവളെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നത് പോലെ? അകലേ നോവിനാലേ